എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കള്ളപ്പാണ്. അതിനൊരു പാത്രത്തിലേക്ക് ഞാൻ അളവ് പാത്രത്തിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് 1 മണിക്കൂറോളം ഈ പച്ചരി നമുക്ക് കുതിരാനായി വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇത് 1 മണിക്കൂറിന് ശേഷമാണ് ഈ അരി എടുത്ത് ഞാൻ ജാറിലോട്ട് ഇടുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആ കുതിരാൻ വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. അരിക്ക് മുകളിലേക്ക് വെള്ളം വരേണ്ട ആവശ്യമില്ല. അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം നമുക്കിതിനകത്തോട്ട് കള്ളും കൂടി ചേർത്തിട്ടാണ് അരക്കേണ്ടത്. അപ്പം കുറച്ച് വെള്ളം ഇതിനകത്ത് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചോറ്, ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കുക. ചോറിനെക്കാട്ടിലും അളവ് കുറച്ച് വേണം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ കുറച്ച് മതിയാവും. തേങ്ങ ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏലക്കായ് ചേർക്കണം. ഏലക്കായ് ഒരു 5 6 എണ്ണം മതിയാവും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. ഇത് ഞങ്ങൾ കള്ളപ്പം ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ പഞ്ചസാര 2 3 സ്പൂൺ ഞങ്ങൾ ചേർക്കാറുണ്ട്. അല്ല മധുരമുള്ള അപ്പം മാത്രം കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ മധുരം കൂട്ടിയിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ആവശ്യത്തിന് കള്ള് ചേർക്കുന്നുണ്ട്. ആ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എനിക്ക് അരി അരച്ചെടുക്കാൻ കള്ള് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് കള്ള് ചേർത്ത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു വെക്കുക. കാരണം ഇത് നന്നായി പൊന്തി പുറത്തോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2 3 പ്ലേറ്റ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം, രാവിലത്തെ ചായക്കായിട്ട് 2 3 പ്ലേറ്റ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് രാവിലെ ആകുമ്പോഴേക്ക് ഈ തരത്തിലേക്ക് മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചെമ്പിലാണ് സാധാരണ പാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. ഞാൻ പക്ഷേ ഉണ്ടാക്കുന്നത് ഒരു കുഞ്ഞ് കറിയൊക്കെ വെക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിലാണ് ഉണ്ടാക്കുക. അത് മതിയാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി ചെമ്പില്ലാത്തവർക്ക് ഇതുപോലെയുള്ള പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്തേക്ക് നമുക്കൊരു തട്ടും കൂടി വെച്ചിട്ട് പാത്രത്തിൽ പ്ലേറ്റിനകത്ത് എണ്ണ പുരട്ടിയിട്ട് അതിനകത്തേക്ക് മാവ് ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഞാൻ മറ്റേ രീതിയിലും, അതായത് ഇഡ്ഡലി ചെമ്പിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് പെട്ടെന്നാക്കി കിട്ടും. ഒരു 4 തവി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി പോലെ ആക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിനകത്തും ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കാറ്. ഇനിയിപ്പം നമുക്ക് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. നന്നായിട്ട് അതിനകത്തേക്ക് ആവി കയറിക്കോളും. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ അത് വെന്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് തണിഞ്ഞതിന് ശേഷം മാറ്റിയെടുക്കാവുന്നതാണ്. അതേസമയം തന്നെ വേറൊരു പ്ലേറ്റിൽ നമുക്ക് അടുത്ത അപ്പത്തിനുള്ള മാവും ഒഴിച്ച് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം വെച്ച് കൊടുക്കാം. ഇത് ചിക്കൻ കറിയുടെ കൂടി അതുപോലെ ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ രുചിയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടി. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യും.